വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹവാത്സല്യമുള്ളവരെ, തിരുവചനത്തിലൂടെ ക്രിസ്തുനാഥൻ നമ്മോട് പറയുന്നത് എപ്രകാരമാണ് നാം പ്രാർത്ഥിക്കേണ്ടത് എന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാം മുറിയിൽ കടന്ന് കതകടച്ച് അദൃശ്യനായിരിക്കുന്ന പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഈ കതകടച്ച് അദൃശ്യനായ പിതാവിനോട് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുക? നാം നമ്മുടെ ഹൃദയ കോവിലിലായിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ധ്യാനിക്കുവാൻ പുറമേക്കുള്ള എല്ലാത്തിനെയും നാം മറന്നുകൊണ്ട് വിട്ടുകളഞ്ഞുകൊണ്ട് നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ നാം എല്ലാ ദിവസവും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതാണ്. ജീവിക്കുന്ന കർത്താവിനെ സ്വീകരിക്കുന്നവരാണ്. ആ കർത്താവിനെ ധ്യാനിക്കുവാൻ, കർത്താവിനെ മനസ്സിലാക്കുവാൻ, ആ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്നവനെ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. നമ്മെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ സഹോദരി സഹോദരങ്ങളെ മനസ്സിലാക്കുവാനും തമ്പുരാൻ നമുക്ക് നൽകുന്ന സ്നേഹം ആവോളം മറ്റുള്ളവർക്ക് നൽകുവാനുമായിട്ട് നമുക്ക് സാധിക്കുക. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവോളം ആ സ്നേഹം അനുഭവിക്കുവാൻ, ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും തമ്പുരാനോട് ചേർത്ത് നിർത്തുവാനും നമ്മെ സഹായിക്കണമേ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ.